ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പം ഇവിടെയും നമുക്ക് മൂന്നായിട്ടൊന്നും തിരിച്ചിട്ട് പിന്നെ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ എലമെൻറ്റ് അങ്ങനെയൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. ഇവിടെ പേരിൽ നിന്ന് ഡിസിഷനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എന്തൊരു കാര്യമാണെന്ന് മനസ്സിലാവും. സോ ഡിസിഷൻ മേക്കേഴ്സിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓൾറെഡി MIS പഠിച്ചപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. So decision support system അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് is an information system that allows the decision maker to combine his or her judgment with computer output in a human machine interface. അതായത് ഞാനിപ്പോൾ ഒരു ഡിസിഷൻ മേക്കർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടും പ്ലസ് എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആ ഒരു ടോട്ടൽ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഫോർ പ്രൊഡ്യൂസിങ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ ടു സപ്പോർട്ട് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് എനിക്കൊരു തീരുമാനം എടുക്കണം, ഒരു ഡിസിഷൻ എടുക്കണം. സോ അതിന് ഞാൻ എന്താ ചെയ്യുന്നത്, വാല്യുബിൾ ഡേറ്റ എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും ആ ഡേറ്റ റിട്രീവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് സിസ്റ്റം എന്നോട് പറയുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, വേറൊരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്താണ് ഈ സിസ്റ്റം നൽകിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സിസ്റ്റം പറയുന്നു. ഞാൻ ഇനി എൻ്റെ ഒരു ഡിസിഷൻ, എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കൂടി അതിനകത്ത് കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദ DSS supports the decision making process by helping the decision maker to utilize data and models to solve problem. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയും മോഡൽസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ ഒരു ഡിസിഷൻ മേക്കറെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് സിസ്റ്റം എയ്ഡ്സ് ഇൻ സോൾവിങ് സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സെമി സ്ട്രക്ചേർഡ് എന്താണെന്നും അൺസ്ട്രക്ചേർഡ് എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ സ്ട്രക്ചേർഡ് ഉണ്ട്, സെമി സ്ട്രക്ചേർഡ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഉണ്ട്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പറയാം എന്താണെന്നുള്ളത്. സിംപ്ലി പറയാനാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോബ്ലം, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു റുട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊരു സ്ട്രക്ചേർഡ് ആണ്, എപ്പോഴും അതിനൊരു ഒരേ രീതി ആയിരിക്കും ഉള്ളത്. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല വരുന്നത്. ഒരു സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിലും ഡിഫറൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കറിൻ്റെ ജഡ്ജ്മെൻറ്റ് കൂടി അവിടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, അല്ലാതെ നമുക്ക് ടോട്ടലി കമ്പ്യൂട്ടറിന് വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Now, the DSS allows managers to perform goal seeking, which specifies the action a manager should take in order to accomplish a certain goal. അപ്പോൾ DSS എന്താണ്, ഒരു ഗോൾ സീക്കിംഗ് ആയിട്ട് പെർഫോം ചെയ്യാനാണ് നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാനേജറിനെ സഹായിക്കുന്നത്. അപ്പം ഏത് ഡിസിഷൻ എടുത്താൽ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ നൽകുന്നുണ്ട്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം DSSുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇത് ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോ രണ്ടിനും എന്താണ് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. സോ DSS ഈസ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാൻ ആക്ച്വലി യൂസ് ദം. ഒരു ഇൻഡിവിജ്വലിനെ ഡിസിഷൻ മേക്കിങ്ങിന് വേണമെങ്കിൽ സഹായിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ഡിസ്കഷൻ നടക്കുന്നു, അതിലൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നു, അതിനും എന്താണ് DSS സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദ DSS ദാറ്റ് സപ്പോർട്ട് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഈസ് കാൾഡ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അങ്ങനെ ഗ്രൂപ്പ് ഡിസിഷൻ എടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന DSSനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, GDSSS. ആൻഡ് ഇൻ മോസ്റ്റ് ഓർഗനൈസേഷൻസ് ഡിസിഷൻസ് ഓഫ് എനി സിഗ്നിഫിക്കൻസ് ആർ മെയ്ഡ് കളക്റ്റീവ്ലി ബൈ എ ഗ്രൂപ്പ് ആൻഡ് നോട്ട് ബൈ എ സിംഗിൾ പേഴ്സൺ. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോർഡ് മീറ്റിംഗ്, അതിൻ്റെ ഒരു തീരുമാനമായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റയ്ക്കൊരാൾ കയറി ആയിരിക്കത്തില്ല തീരുമാനം എടുക്കുന്നത്. കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഡൊമൈൻസ് ഉണ്ട്. അപ്പം പലരുടെ കാര്യങ്ങൾ, പല എക്സ്പെർട്ടീസ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മാനേജ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഡിസിഷൻ എന്ന് പറയുന്നത് കളക്റ്റീവായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ആയിരിക്കും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തെ നമ്മൾ ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നൗ നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ സ്ട്രക്ചേർഡ് പ്രോബ്ലവും സെമി സ്ട്രക്ചേർഡ് പ്രോബ്ലവും അൺസ്ട്രക്ചേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്ട്രക്ചേർഡ് എന്താണ്, സെമി സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് എന്താണ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നോട്ട്സ് വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. സോ സ്ട്രക്ചേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള റുട്ടീൻ ആൻഡ് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. നമുക്കതിനെന്താണ് ഒരു ഓട്ടോമേറ്റഡ് സൊല്യൂഷൻസ് കൊണ്ടുവരാനും പറ്റും. അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരു അൽഗരിതം ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇപ്പോഴും ഇതേ സാധനമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഇപ്പം ഒരു എംപ്ലോയിയുടെ ടോട്ടൽ എംപ്ലോയീസിൻ്റെ പേയ്മെൻറ്റ് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര ദിവസം വർക്ക് ചെയ്തു, എത്ര ലീവ് എടുത്തിട്ടുണ്ട്, ദെൻ പേയ്മെൻറ്റ് കട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, TADA തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഫൈനൽ ആ എംപ്ലോയിയുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നിന്നും അയാളുടെ
ആ ഒരു ടോട്ടൽ സാലറി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതൊരു റുട്ടീൻ ആൻഡ് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഒരു സ്ട്രക്ചേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് അത് MISന്റെ ഒരു ജോലിയാണ് അതെന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ അവിടുത്തെ ഇൻവെന്ററിയുടെ എത്രത്തോളം ഉണ്ട്, ഇനി എത്ര വേണ്ടി വരും, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി സെമി സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം പാർട്സ് ആർ ക്ലിയർ ആൻഡ് പ്രോഗ്രാമബിൾ ബട്ട് അതർ പാർട്സ് റിക്വയർ ജഡ്ജ്മെന്റ് ഓർ ഇൻറ്റ്യൂഷൻ. അത് സെമി സ്ട്രക്ചേർഡിന്റെ പ്രത്യേകതയാണ്. അതായത് കുറച്ച് ഭാഗം ഈ പറയുന്നത് പോലെ എന്താണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ചിലതെന്ന് പറയുന്നത് എന്താണ് വേറൊരാളിന്റെ ജഡ്ജ്മെന്റ് അത് കണ്ട് ഓക്കെ ഇങ്ങനെ ആയിരിക്കണം അത് ചെയ്യേണ്ടത് എന്നുള്ള ജഡ്ജ്മെന്റ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊരു ഹ്യൂമൻ ഇന്റലിജൻസോട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. സോ ഇവിടെ സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡിലാണ് യൂഷ്വലി DSS യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി സ്ട്രക്ചേർഡിൻ്റെ ആണ് ലോൺ അപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം. കാരണം ലോൺ അപ്രൂവ് ചെയ്യുക എന്നൊരു പറയുന്ന കാര്യത്തിനകത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആ ഒരു ക്രൈറ്റീരിയ ഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലോണിനെ പറ്റിയിട്ട് പിന്നീട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാര്യം വരുന്നുണ്ട്. ആൻഡ് ഇൻ കേസ് അതിലെന്തെങ്കിലും ലോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഓക്കെ ഇത് പ്രകാരം പറ്റത്തില്ല കുറവാണെന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്ത് കളയാനുള്ള ഒരു സാധ്യത. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് പ്ലസ് അവിടുത്തെ ഒരു ബാങ്കിൻ്റെ മാനേജർ ഓക്കെ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണെന്നൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ ആളിൻ്റെതായ കാര്യത്തിലൊരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും. അപ്പം ഓൾറെഡി ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അതും നമ്മൾ ബേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ബാങ്ക് മാനേജറിൻ്റെ ഡിസിഷനും ബേസ് ചെയ്യുന്നുണ്ട്. അതിനെ വെച്ചിട്ട് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു സെമി സ്ട്രക്ചേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. വേറൊരെണ്ണമാണ് ക്രോപ്പ് ഈൽഡ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം വെതർ ഡേറ്റ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ വെതർ ഡേറ്റ പ്രകാരം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് വെതർ സിറ്റുവേഷൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക, ഈ വർഷം മഴ ഇത്രയും കാണത്തുള്ളൂ, അപ്പോൾ ഇത് ക്രോപ്പിനെ ഇങ്ങനെ എഫക്ട് ചെയ്യുന്നൊക്കെയുള്ള കൃത്യമായ ഡേറ്റ അവൈലബിൾ ആയിരിക്കും. അതൊരു സ്ട്രക്ചേർഡ് ഡേറ്റ ആണ്. അതോടൊപ്പം എന്താണ് ഒരു എക്സ്പേർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് കൂടിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ഈൽഡ് ഫോർകാസ്റ്റ് അടുത്ത വർഷം എങ്ങനെയായിരിക്കും ഇത് നടക്കുന്നതെന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ് ഇത് സെമി സ്ട്രക്ചേർഡിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാര്യവുമുണ്ട്, പ്ലസ് ഒരു എക്സ്പേർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് കൂടി വരുന്നത്. അതിനാണ് സെമി സ്ട്രക്ചേർഡ്. അൺസ്ട്രക്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് കംപ്ലീറ്റ്ലി ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഡിസിഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പലയിടത്തും കടന്നു വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് എന്നൊക്കെ പറയുന്നത് എന്നുള്ളത്. സോ ഇതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. ബേസിക്കലി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടി കാണും. സോ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഈസ് ആക്ച്വലി എ കമ്പ്യൂട്ടറൈസ്ഡ് ടൂൾ അല്ലേ, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടൂളാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഇൻ അസിസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്, ഒറ്റയ്ക്കും അതേപോലെ തന്നെ ഗ്രൂപ്പിനും എന്താണ് ചില കാര്യങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടൂളാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഈ DSS പഠിക്കുന്നതിൻ്റെ അണ്ടറിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് DSSൻ്റെ എലമെൻറ്റ്സ്, DSS വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം കണ്ടതുപോലെ ഇവിടെയുമുണ്ട് കുറച്ച് കാര്യങ്ങൾ. പ്ലസ് ഇതിൻ്റെ ഒരു കാറ്റഗറി വരുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പാണ് ഇത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ടൈപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ, നമ്മൾ ഓൾറെഡി നോക്കുന്നുണ്ട് ഇത് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ, ദെൻ ഡേറ്റ ഡ്രിവൺ, ഡോക്യുമെന്റ് ഡ്രിവൺ, നോളജ് ഡ്രിവൺ ആൻഡ് മോഡൽ ഡ്രിവൺ. അപ്പോൾ ഇത് ഏത് രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ വന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്, പേടിക്കേണ്ട. അപ്പം ഇത് ഇത്രയുമാണ് ടൈപ്സ് എന്ന് പറയുന്നത്. സോ ഓൾ ടുഗദർ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് എലമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പം അത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആയിക്കൊള്ളട്ടെ, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആയിക്കൊള്ളട്ടെ, എക്സ്പേർട്ട് സിസ്റ്റം ആയിക്കൊള്ളട്ടെ, ഇവിടെയെല്ലാം നമ്മൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പണൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പം മൾട്ടിപ്പിൾ സോഴ്സസിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ചിലപ്പോൾ ഉണ്ടായേക്കും. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത്. മോർ ഓർ ലെസ് എല്ലാം ചെയ്യുമാണ്, ഒന്നിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും, അത് ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുന്നത്, ഇപ്പോൾ ഇന്നല്ല നമ്മൾ പണ്ടൊക്കെ കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ഡൗട്ട്, ഇത് ഇൻപുട്ടാണോ ഇത് ഔട്ട്പുട്ടാണോ, ഇത് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ എക്യുപ്മെൻറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാരണത്താലായിട്ട് നമുക്ക് തന്നെ എന്താണ് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏതാണ് ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ചേരുന്നു എന്ന് പറയുന്നത് ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് പ്ലസ് സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് പറയാം.
അല്ലേ? ഒരാൾക്ക് 3 എലമെന്റുകൾ ഉണ്ടെന്നുള്ള രീതിയിൽ പറയാം, വേറൊരാൾക്ക് 2 എലമെന്റ് ഉണ്ടെന്നുള്ള ഒരു രീതിയിൽ പറയാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബേസിക് എലമെന്റുകൾ ഏതാണെന്നായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ എവിടെയെങ്കിലും ഒരു എലമെന്റ് എക്സ്ട്രാ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതിനകത്ത് ഏതിൻ്റെയും അണ്ടറിൽ വരുന്നതായിരിക്കും അതെന്നുള്ളത്. കാരണം ഒരുപാട് നോട്ട്സ് ഒന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. മൾട്ടിപ്പിൾ സോഴ്സസിൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് സോഴ്സ് ഒന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. സോ DSSന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 എലമെന്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദ ഡേറ്റാബേസ്. ഇതിനെ വെച്ചുകൊണ്ടായിരിക്കണമല്ലോ നമുക്ക് ഡിസിഷനിലേക്ക് അറൈവ് ചെയ്യേണ്ടത്. സോ ഡേറ്റാബേസ് എന്ന് പറയുന്നത് പല സോഴ്സിൽ നിന്നായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ ഒരു ഡേറ്റാ ബാങ്ക് ആണെന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇതിനെ അനലൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് ഒരു മാത്തമാറ്റിക്കൽ മോഡലുകളും അതേപോലെ തന്നെ എന്താണ് അൽഗോരിതംസും ഒക്കെ അടങ്ങുന്നതാണ് എന്ന് പറയുന്നത്. സോ മോഡൽസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് എന്നും പറയാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ മോഡൽസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല, ഓരോരോ ടൈപ്പ് വർക്കിംഗ് മോഡലുകളാണ്. നേരത്തെ നമ്മൾ ടൈപ്പ് എന്ന് പറഞ്ഞില്ലേ, ആ മോഡൽസ് ആണ്. ഒന്നുകിൽ അതിനെ മോഡൽസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ഈസ് ദ ഇന്റർഫേസ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് കമ്പ്യൂട്ടർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, യൂസർ ഇവിടെ മാറിയിരിക്കുന്നുണ്ട്. യൂസറിന് ഇതുവെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഗതി കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ യൂസർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ യൂസർ സോഫ്റ്റ്വെയർ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മൊഡ്യൂൾ ഫോർ ഹാൻഡ്ലിംഗ് ദ ഡയലോഗ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് യൂസേഴ്സ്. സിസ്റ്റവും യൂസറും തമ്മിലുള്ള കണക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഇന്റർഫേസിൽ സംഭവിക്കുന്നത് സിസ്റ്റവും യൂസറും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഡേറ്റ എടുക്കുന്നു, സോഫ്റ്റ്വെയർ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ എന്താണ് യൂസറിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഇന്റർഫേസ് കൂടി വരുന്നുണ്ട്. ചിലർക്ക് വേണമെങ്കിൽ ഇവിടെ എന്താണ് ഒരു യൂസറിനെ കൂടി ആഡ് ചെയ്യാം, യൂസർ എന്നുള്ള ഒരു രീതിയിലും കൂടിയിട്ട് ആഡ് ചെയ്യാം. അപ്പം യൂസറിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇതാണ് 3 ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻസ് ഒന്ന് നോക്കിയാൽ, ഡേറ്റാ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ക്യാൻ ഐദർ ബി സ്മോൾ ഡേറ്റാബേസ്, എ സ്റ്റാൻഡ് ലോൺ സിസ്റ്റം, ഓർ ഇനോർമസ് ഡേറ്റാ വെയർ ഹൗസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഗനൈസേഷണൽ റിക്വയർമെന്റ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ചെറിയൊരു ഡേറ്റാബേസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇനോർമസ് ഡേറ്റയുടെ ഒരു കളക്ഷൻ ആവാം. അത് എന്താണ് ഓർഗനൈസേഷൻ്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ഈസ് ദ മോഡൽ ഓർ സോഫ്റ്റ്വെയർ സിസ്റ്റം. So the decision support system software is made up of mathematical and analytical models. മാത്തമാറ്റിക്കലും അനലിറ്റിക്കൽ മോഡൽസും അടങ്ങുന്നതായിരിക്കും ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, വിച്ച് ആർ യൂട്ടിലൈസ്ഡ് ടു അനലൈസ് വിച്ച് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് കോംപ്ലക്സ് ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന്. അതിപ്പം ഞാനിവിടെ അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല, ഇങ്ങനെ മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മോഡലിൻ്റെ ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ഇറ്റ് പ്രെഡിക്ട്സ് ഔട്ട്പുട്ട്സ് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട്സ് ഓർ കണ്ടീഷൻസ് ഓർ ഈവൻ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. DSS കുഡ് ഈവൻ ഹാവ് മൾട്ടിപ്പിൾ മോഡൽസ്, ഈച്ച് ഓഫ് ദം പെർഫോമിംഗ് പർട്ടിക്കുലർ ടാസ്ക്. അപ്പോൾ ഒരൊറ്റ സിംഗിൾ മോഡൽ അല്ലെങ്കിൽ ഒരൊറ്റ സിംഗിൾ സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ന രീതിയിൽ മാത്രമല്ല, മൾട്ടിപ്പിൾ മോഡലുകൾ മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യുന്ന രീതിയിൽ ഒരു DSSൽ വർക്ക് ചെയ്യാം. ദീസ് മോഡൽസ് ഇൻക്ലൂഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്, സെൻസിറ്റിവിറ്റി അനാലിസിസ് മോഡൽ, ഒപ്റ്റിമൈസേഷൻ അനാലിസിസ് മോഡൽ, ഫോർകാസ്റ്റിംഗ് മോഡൽ, ബാക്ക്വേർഡ് അനാലിസിസ് സെൻസിറ്റിവിറ്റി മോഡൽ. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കുറേ അധികം മോഡൽസിൻ്റെ ഒക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി, ഒരുപാട് ഡീപ്പറായിട്ട് പോകേണ്ട കാര്യമില്ല. മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് മോഡൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ഇന്റർഫേസ്. This is a graphical user interface that makes easy for the user to interact with the decision support system. It presents outputs as text, table, chart or graphics. അതായത് ഡേറ്റ ഉണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഇത് യൂസറിന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ഒരു ട്രെൻഡ് അനാലിസിസ് എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് എന്നുള്ളൊരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ചാർട്ടുകളായിട്ടായിരിക്കും. അപ്പം യൂസറിന് ഈസിലി എന്ത് ചെയ്യാൻ പറ്റണം, അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക, പുറത്തേക്കായിട്ട് ഡിസ്പ്ലേ കൊണ്ടുവരിക. ഇതാണ് ഒരു ഇൻ്റർഫേസ് ചെയ്യുന്നത്. അപ്പോൾ യൂസറിന് ഈ സിസ്റ്റം ഡേറ്റ കൺവേർട്ട് ചെയ്യുന്നതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും ഈ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് ഇത്രയുമാണ് ഇതെന്ന് പറയുന്നത് DSSൻ്റെ 3 ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് DSS. ഓക്കെ, ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DSS എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് സംഗതിയാണ് ഈ DSS യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS. എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം ഡിസൈൻ ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ ആൻഡ് കോർഡിനേഷൻ എമംഗ് മെമ്പേഴ്സ് ഓഫ് എ ടീം ഓർ പാർട്ട്നേഴ്സ് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും പ്രോപ്പർ ആക്കിയിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്ന
ടൈപ്പ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രൈമറി ഫംഗ്ഷൻ ഈസ് ടു സപ്പോർട്ട് ഗ്രൂപ്പ് ഇൻ്ററാക്ഷൻസ്. അപ്പോൾ ഗ്രൂപ്പ് ഇൻ്ററാക്ഷൻസും കളക്റ്റീവ് ഡിസിഷൻ പ്രോസസ്സസും, ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഗ്രൂപ്പിലുള്ളവർ പ്രോപ്പറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഡിസിഷൻ കളക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ത്രൂ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ്, ഒരു ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പരസ്പരം അവരുടെ ഇടയിൽ ഒരു ഇൻ്ററാക്ഷൻ പോസിബിൾ ആയിരിക്കണം. ആ ഇൻ്ററാക്ഷൻ പോസിബിൾ ആക്കുക എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSSൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് ഈസ് ദ ഡേറ്റ ഡ്രിവൺ DSS. ഓക്കെ, അപ്പം കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ അണ്ടറിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഡേറ്റ ഡ്രിവൺ എന്തിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, ഡേറ്റ ആയിരിക്കും. ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഡിസിഷൻസിലേക്കൊക്കെ വരിക എന്നുള്ളത്. സോ ഡേറ്റ ഡ്രിവൺ ഈസ് എ സിസ്റ്റം ദാറ്റ് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ബൈ എനേബിളിംഗ് യൂസേഴ്സ് ടു ആക്സസ്, ക്വയറി ആൻഡ് അനാലിസിസ് ലാർജ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഡേറ്റ. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റയുടെ ഒരു ലാർജ് ഇനോർമസ് ഡേറ്റയിലേക്ക് ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ പറയുന്ന DSS ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ഫ്രം ഡേറ്റാബേസസ്. ഡേറ്റാബേസിൽ നിന്നും ഓരോരോ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പോപ്പപ്പ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു DSSൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അത് ഡേറ്റാബേസിൽ നിന്നും ഡേറ്റ വെയർ ഹൗസിൽ രണ്ടും മാറി മാറി ഉപയോഗിക്കാറാണ്. ടു ഹെൽപ്പ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ, അതിൽ നിന്നും എന്താണ് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡിസിഷനിലേക്ക് അറൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഡേറ്റ ഡ്രിവൺ DSS അതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡോക്യുമെന്റ് ഡ്രിവൺ. അപ്പം ഡേറ്റ ഡ്രിവണിനകത്ത് ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡോക്യുമെന്റ് ഡ്രിവൺ DSSൽ മാനേജേഴ്സിന് എന്ത് കാര്യത്തിലായിരിക്കും ആക്സസ് ഉണ്ടാകുന്നത്, സ്ട്രക്ചേർഡോ സെമി സ്ട്രക്ചേർഡോ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഡോക്യുമെന്റ്സ്, റിപ്പോർട്ട്സ് ആൻഡ് വെബ് പേജസ്. ഓക്കെ, ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റിനകത്തായിരിക്കും കണ്ടന്റ് എല്ലാം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ റിപ്പോർട്ട് ആയിരിക്കും, ഗവൺമെന്റ് റിപ്പോർട്ട്സ് ആവാം, അല്ലാതെ അവർ പഠനം നടത്തിയതിന്റെ റിപ്പോർട്ട്സ് ആവാം, അല്ലെങ്കിൽ വെബ് പേജസിനകത്ത്. അപ്പോൾ ഇങ്ങനെ കണ്ടന്റ് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡോക്യുമെന്റ് ഡ്രിവൺ DSSന്റെ പ്രത്യേകത. ആൻഡ് ഇറ്റ് അസിസ്റ്റ് ഡിസിഷൻ മേക്കേഴ്സ് ബൈ പ്രൊവൈഡിങ് ആക്സസ് ടു റെലവൻറ്റ് ടെക്സ്റ്റുവൽ ഓർ മൾട്ടിമീഡിയ സോഴ്സസ്. ടെക്സ്റ്റുവൽ ആവാം, ഗ്രാഫിക്കൽ ആവാം, ഏത് രീതിയിലും ആവാം. ടെക്സ്റ്റുവലോ മൾട്ടിമീഡിയ സോഴ്സുകളിലോട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് മാനേജേഴ്സ് ഡിസിഷൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡോക്യുമെന്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ ഡിസിഷനിലേക്ക് എത്തുന്നത്. അതിനെയാണ് നമ്മൾ ഡോക്യുമെന്റ് ഡ്രിവൺ DSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് നോളജ് ഡ്രിവൺ DSS. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തായിരിക്കും, ഡോക്യുമെന്റ് ആണെങ്കിൽ ഡേറ്റ ആണെങ്കിൽ എന്താണെന്നൊക്കെ മനസ്സിലായി. അപ്പം നോളജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നോളജിൽ നിന്നും എന്നുള്ള അർത്ഥത്തിലായിരിക്കും അതിന് വരുന്നത്. അപ്പോൾ ഇതൊരു നോളജ് ബേസ്ഡ് സിസ്റ്റം തന്നെയാണ്. ഈ ഒരു DSS എന്ന് പറയുന്ന ഒരു നോളജ് ബേസ്ഡ് സിസ്റ്റമാണ്. ഏത് നോളജ്, എക്സ്പേർട്ട് അഡ്വൈസും മറ്റു കാര്യങ്ങളും. അതായത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അവരിൽ നിന്നെടുക്കുന്ന അഡ്വൈസ്, സജഷൻസ്, അവരുടെ റെക്കമെൻഡേഷൻസ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു സംഗതി. അതിൽ നിന്നും അതാണ് ഔട്ട്പുട്ട് ആക്കിക്കൊണ്ട്, അല്ല അതാണ് ഇൻപുട്ട് ആക്കിക്കൊണ്ട് ഡിസിഷൻ ചെയ്യുക എന്നുള്ളത്. ബൈ അപ്ലൈയിങ് റൂൾസ് ഓർ ഹ്യൂറിസ്റ്റിക്സ് ഡിറൈവ്ഡ് ഫ്രം ഡൊമെയിൻ എക്സ്പേർട്സ്. അപ്പോൾ ഹ്യൂറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അത് എന്താണ്, ഒരു എക്സ്പേർട്ടിൻ്റെ ഇൻറ്റ്യൂഷൻ, അയാളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്, അയാളുടെ മനസ്സിലാക്കുന്നതിൽ നിന്ന് എടുക്കുന്ന ഒരു ഡിസിഷനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. കേവലം റൂൾ ബേസ്ഡ് മാത്രമല്ല. ഓക്കെ, അപ്പം ഇതിന് മോർ ഓർ ലെസ് എന്താണ്, എക്സ്പേർട്ട് സിസ്റ്റവുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടിൻ്റെ നോളജ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ഓട്ടോമേറ്റഡ് ഡിസിഷൻ അല്ല വരുന്നത്, എക്സ്പേർട്ടിൻ്റെ നോളജ് എല്ലാം കൂടെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു DSS നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സജഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട്, എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എന്താണ്, ബൈ ലെവറേജിങ് സ്റ്റോർഡ് നോളജ് ഓർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്. ഡിസിഷൻ മേക്കിങ്ങിനകത്ത് സ്റ്റോർഡ് ആയിട്ട് വെച്ചിട്ടുള്ള എക്സ്പെർട്ടൈസ് നോളജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്കുകളിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബിറ്റ് ക്ലോസർ ടു എക്സ്പേർട്ട് സിസ്റ്റം. ദെൻ മോഡൽ ഡ്രിവൺ DSS. മോഡൽ എന്താണ്, മാത്തമാറ്റിക്കൽ മോഡലുകൾ അല്ലെങ്കിൽ സിമുലേഷൻ മോഡലുകൾ എന്നൊക്കെ പറയും. അതായത് റിയൽ സിറ്റുവേഷൻ്റെ തന്നെ എന്താണ്, ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ബഹിരാകാശത്തൊക്കെ പോയിട്ട് ഓരോരോ രീതിയിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറുമല്ല ചെയ്യുന്നത്.
ഇപ്പോൾ ശുഭാംശു ഒക്കെ പോകുന്ന സമയത്തും ഇവിടെ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെന്താണ് അതിൻ്റെ ഒരു സിമിലർ മോഡൽ ഇവിടെ എർത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വെള്ളത്തിൽ ട്രെയിൻ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരുഭൂമിയിൽ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി മാത്തമാറ്റിക്കൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം, കമ്പ്യൂട്ടർ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് മാത്രം യൂട്ടിലൈസ് ചെയ്യത്തക്ക രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കാറിൻ്റെയൊക്കെ മേക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് സിറ്റുവേഷനൊക്കെ എന്താണ് അതിൻ്റെ ഒരു മോഡൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്രാഷ് ടെസ്റ്റ് നടത്തുന്നതൊക്കെ കണ്ടിട്ടില്ല. ഇപ്പം ഒറിജിനൽ അപകടം ഉണ്ടായിട്ട് അതിൽ നിന്ന് ഡേറ്റ എടുത്തിട്ടല്ലല്ലോ അവർ ആ ഒരു മോഡിഫിക്കേഷൻസ് വരുത്തുന്നത്. ക്രാഷ് ടെസ്റ്റ് നടത്തി നോക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു റിലേഷൻ ഉള്ള കാര്യമാണ്. എക്സാക്ട്ലി അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സിമുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓക്കെ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ നമുക്ക് എത്താം എന്നൊക്കെയുള്ള ഒരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഒരു ഡിസിഷൻ മേക്കറിന് ഓക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം എന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ഡിസിഷൻ മേക്കേഴ്സ് ഇവാലുവേറ്റ് ഓപ്ഷൻസ് ആൻഡ് പ്രെഡിക്റ്റ് ഔട്ട്കംസ് ബൈ അപ്ലൈയിങ് കോംപ്ലക്സ് മോഡൽ ടൈലേർഡ് ടു സ്പെസിഫിക് പ്രോബ്ലംസ് ഓർ സിനാരിയോസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡലിൽ നിന്നും എടുക്കുന്ന ഇൻഫർമേഷൻ കൊണ്ട് ഡിസിഷനിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ മോഡൽ ഡ്രിവൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത്രയും ഉള്ളൂ. ആ പേരിൽ നിന്ന് തന്നെ എല്ലാം ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക, അതുവഴി എന്താണ് അവരുടെ ഡിസിഷൻ ഒരു കോമൺ ഡിസിഷനിലേക്ക് അറൈവ് ചെയ്യുന്നതിന് കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന, ഇന്ററാക്ഷന് സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. എൻറ്റയർലി ഡേറ്റയിൽ നിന്നും ഫാക്ച്വൽ ഇൻഫർമേഷൻ പിക്ക് ചെയ്യുന്നു, അത് ഉപയോഗിച്ചിട്ട് ഡിസിഷൻ മേക്കേഴ്സിനെ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡേറ്റ ഡ്രിവൺ. ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് റിപ്പോർട്ട്, വെബ് പേജസ്, അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കേഴ്സിനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. നോളജ് ഡ്രിവൺ എന്ന് പറയുമ്പോൾ എക്സ്പേർട്ട് ഫീൽഡിലുള്ള ആളുകളുടെ നോളജ്, അവയുടെ ഒരു റിപ്പോസിറ്ററി ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോളജ് ഡ്രിവൺ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ മോഡൽസും സിമുലേഷൻസും ഉപയോഗിച്ചുകൊണ്ട് ഒരു റിയൽ സിറ്റുവേഷൻ്റെ അതേ സംഗതികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു ഇൻഫറൻസ് എടുക്കാൻ പറ്റുന്നു, അതിൽ നിന്നും എന്താണ് മോഡിഫിക്കേഷൻസും ഡിസിഷൻസും എടുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ മോഡൽ ഡ്രിവൺ DSS എന്ന് വിളിക്കുന്നത്. സോ ഇത് ഇത്രയുമാണ് DSSൻ്റെ ഒരു നമുക്ക് പറയാൻ പറ്റുന്ന ബേസിക് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മേ ബി വർക്കിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ മോഡൽസും ഒക്കെ അവൈലബിൾ ആയിരിക്കും, അല്ലാതെ ഈ 5 മോഡലിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകൾ ഇതൊക്കെയാണ്. നൗ MIS വേഴ്സസ് DSS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിപ്പം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിനാരിയോ തന്നിട്ട് ഇത് MIS ആണോ അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് ഇൻഫർമേഷൻ സിസ്റ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ടും പഠിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും, പക്ഷേ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. സോ നമുക്ക് 2 എക്സാമ്പിളുകളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ MIS സപ്പോർട്ട്സ് സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ദാറ്റ് ആർ റെപ്പറ്റേറ്റീവ് ആൻഡ് ക്യാൻ ബി ഈസിലി ഓട്ടോമേറ്റഡ്. നമ്മൾ സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, ഇൽസ്ട്രക്ചേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആണ്. അതായത് റെഗുലർ റെപ്പറ്റേറ്റീവ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് MISൽ വരുന്നത്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് DSS സപ്പോർട്ട്സ് അൺസ്ട്രക്ചേർഡ് ആൻഡ് സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻസ്. അപ്പോൾ ഇവിടെ എന്താണ്, തീർച്ചയായിട്ടും ഒരാളിൻ്റെ ഡിസിഷൻ കൂടി ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിന് ഓട്ടോമേറ്റഡ് ആയിട്ട് കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കൊണ്ടുതരാൻ പറ്റുന്നുണ്ട്, പ്ലസ് ഒരു ഡിസിഷൻ മേക്കറിൻ്റെ ഡിസിഷൻ കൂടി അതിനകത്ത് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഡിസിഷനെ എടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ ആയിരിക്കത്തില്ല. എന്നാൽ MISൻ്റെ അണ്ടറിൽ എന്താണ്, നമുക്കൊരു സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആയിരിക്കും, അത് റെഗുലർ ആൻഡ് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് MIS എന്ന് പറയുന്നത്. അത് മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റഡ് ആക്കാനും പറ്റുന്നൊരു കാര്യമാണ്. Then MIS provides information for routine decisions, already നമ്മൾ പറഞ്ഞതാണ്. While DSS helps managers to make complex decision. ഒരു മാനേജറിന് കോംപ്ലക്സ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് DSS ഹെൽപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ MIS ഹെൽപ്പ് ചെയ്യുന്നതാണ് റുട്ടീൻ ആയിട്ടുള്ള ഡിസിഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, MISൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എവറി മന്ത് എംപ്ലോയീസ് സാലറീസ് നീഡ് ടു ബി കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ എ ഫിക്സഡ് ഡേറ്റ ലൈക്ക് അറ്റൻഡൻസ്, ബേസിക് പേ, ഡിഡക്ഷൻ ആൻഡ് അലവൻസസ്. This is a structured, repetitive and rule-based task that can easily be automated using MIS. MIS ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റെഗുലർ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ഥാപനത്തിലെ അവരുടെ സാലറി കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് MIS generally generates salary slips, tax deduction and transfer details without needing much managerial judgment. അപ്പോൾ
MIS ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? ഒരാളിൻ്റെ എംപ്ലോയി കാര്യങ്ങൾ, അതിൻ്റെ സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ എന്താണ് അയാളുടെ ടാക്സ് ഡിഡക്ഷൻ എത്രയാണെന്നുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ്, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഇതൊന്നും എന്താണ് പ്രത്യേകിച്ച് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം, ഇവിടെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മാനേജറിയൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യം പിന്നെ അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്, ഒരു ഓട്ടോമേഷൻ കൂടി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. എന്നാൽ DSSലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. DSSലേക്ക് വരുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഇപ്പം വെതർ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ക്രോപ്പിൻ്റെ ഈൽഡ് പ്രിഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിലുള്ള ഒരു എക്സ്പേർട്ട് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുകയാണ്, ഓക്കെ ഇത്തരം ഡേറ്റാസ് ഒക്കെ ഉണ്ട്, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതാണ് DSS എന്ന് പറയുന്നത്. സോ DSSനകത്ത് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറയുന്നത് ഡേറ്റ തരുന്നുണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇഫ് എന്ന് പറയുന്ന ഒരു രീതി വരുന്നുണ്ട്. നമുക്ക് DSS ഒന്ന് സ്പെസിഫിക്കലായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ MIS നോക്കിയതുപോലെ DSS എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ വാട്ട് ഇഫ് അനാലിസിസ് ആൻഡ് സിമുലേഷൻ മോഡലിംഗ്. വാട്ട് ഇഫ് എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സിനാരിയോ പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വുഡ് ബി ദ ഇമ്പാക്ട് ഓൺ ദ റൈസ് പ്രൊഡക്ഷൻ ഇൻ ദ സ്റ്റേറ്റ് ഇഫ് ദ റെയിൻഫോൾ റെഡ്യൂസസ് ബൈ 20%. ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് DSS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയിട്ടാണ്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇഫ് സിനാരിയോ ആണ് ഇതെന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ്, വാട്ട് ഹാപ്പൻസ് ഔട്ട്പുട്ട് ഇവിടെയാണ് ചോദിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് എന്തായിരിക്കും സംഭവിക്കുന്നത് ഇഫ് ദ സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ റെയിൻഫോൾ റെഡ്യൂസസ് ബൈ 20% എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സംഗതിയാണ്. അത് ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പേർട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ചോദ്യം എന്താണ്, വാട്ട് വുഡ് ബി ദ ഇമ്പാക്ട് ഓൺ റൈസ് പ്രൊഡക്ഷൻ ഇഫ് ദ റെയിൻഫോൾ റെഡ്യൂസസ് ബൈ 20%. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സിനാരിയോസ് എന്ന് പറയുന്നതാണ് DSS സ്പെസിഫിക്കലി, ഇതിന് വേണ്ടിയിട്ടാണ് DSS സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഇഫ് ദ കമ്പനി ഇൻക്രീസസ് പ്രൊഡക്റ്റ് പ്രൈസ് ബൈ 10%. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ കമ്പനി ഇൻക്രീസസ് പ്രൊഡക്റ്റ് പ്രൈസ് ബൈ 10%. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സ്റ്റാഫിൻ്റെ ഒരു നമ്പേഴ്സ് നമ്മളൊരു 15% കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള അത്തരം സിനാരിയോസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു സിനാരിയോ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണ് അടച്ച് എഴുതിക്കോണം അതെന്താണ്, ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇങ്ങനെയാണ്. അപ്പോൾ താഴെ പറയുന്ന ഏത് മോഡലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിക്കണം. ദെൻ ഫിനാൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ കൂടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എക്കണോമിക്കലി നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ സൈക്ലോൺ വന്നിട്ട് ലാൻഡ് ഫോൾ ചെയ്യുന്ന ഒരു സമയത്ത് അത് ഇന്ന സ്ഥലത്ത് മാറിയിട്ടാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിവാസ്റ്റേറ്റിംഗ് ഇഫക്റ്റ്, മറ്റൊരിടത്താണെങ്കിൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതിലാദ്യം കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതായിരുന്നു. അത് ഏത് സിസ്റ്റമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം സിംപ്ലി വാട്ട് ഇഫ് സിനാരിയോ ആണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാമായിരുന്നു. സോ ഇവിടെ അഗെയിൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ ഒരു ലോണിന് അപ്ലൈ ചെയ്യുകയാണ്. DSS അനലൈസ് ദ ഇൻകം, ക്രെഡിറ്റ് ഹിസ്റ്ററി ആൻഡ് റീപേയ്മെൻറ്റ് എബിലിറ്റി. ഇറ്റ് ഗിവ്സ് റിസ്ക് സ്കോർസ് ആൻഡ് റെക്കമെൻഡ്സ് അപ്രൂവ് 5 lakh with 10% ഇൻട്രസ്റ്റ് ഓർ റെഡ്യൂസ് ഡ്യൂ ടു ഹൈ ഡിഫോൾട്ട് റിസ്ക്. ഇതൊരു സിനാരിയോ കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഒരു കസ്റ്റമർ ഒരു ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ DSS സിസ്റ്റം എന്തായിരിക്കും ചെയ്യുന്നത്, ആ കസ്റ്റമറിൻ്റെ ഫുൾ ഡേറ്റാബേസ് എടുക്കുന്നു. അയാൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ, അയാൾ ലോൺ റീപേയ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഈ പറയുന്ന DSS എന്താണ് ഒരു ഔട്ട്പുട്ട് എന്നുള്ളൊരു രീതിയിൽ കൊടുക്കുകയാണ് മാനേജറിന്. ലൈക്ക് എന്താണ് റെക്കമെൻഡേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു 5 lakh rupees അപ്രൂവ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ റിസ്ക് കാറ്റഗറിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത്ര % ഇൻട്രസ്റ്റിൽ. അത് ഒരു എല്ലാവർക്കും ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്താണ് ഇയാളിൽ നിന്നും ഒരു ഇൻഫറൻസ്, ഇയാളുടെ ഡേറ്റയിൽ നിന്നും ഒരു ഇൻഫറൻസ് എടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജർ തീരുമാനിക്കുക എന്നുള്ളതാണ് എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനാരിയോ ആണ്. ആ സിനാരിയോ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കണ്ട, അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൽ നിന്ന് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ് ചോദ്യം വന്നെങ്കിൽ നാളെ നമുക്ക് എന്താണ് ബിസിനസ്സോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ വാട്ട് ഇഫ് സിനാരിയോ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കുക. നൗ നമുക്ക് ഈ MIS ഉം DSS ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ എല്ലാം കൂടി ഒന്ന് ടേബിൾ ചെയ്യാം.
സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറി ഫോക്കസ് എവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. MIS കൊടുക്കുന്ന എവിടെയാണ്? ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് റുട്ടീൻ ഡിസിഷൻ മേക്കിങ്ങിലാണ്. സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആയി പോവുക, അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലാണ് എന്ത് ചെയ്യുന്നത് MIS ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ DSSലേക്ക് വരികയാണെങ്കിൽ കോംപ്ലക്സ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആൻഡ് അഡ്വാൻസ്ഡ്. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ലെവലിലൂടെ മുകളിലോട്ട് പോകും, ഏതാണ് ഈ എക്സ്പെർട്ടൈസ് ലെവലിലേക്കൊക്കെ പോകും. എന്നാലും എന്താണ് റുട്ടീൻ ലെവലല്ല, അതിൻ്റെ മുകളിലുള്ള ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഡിസിഷൻ സപ്പോർട്ട് ഏത് ടൈപ്പ് ഓഫ് ഡിസിഷൻസിനെയാണ്? MIS എന്ന് പറയുന്നത് റെഗുലർ, റെപ്പറ്റേറ്റീവ് ആൻഡ് റുട്ടീൻ സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആണ്. DSSലേക്ക് വരുമ്പോൾ എന്താണ് അൺസ്ട്രക്ചേർഡ് ആൻഡ് സെമി സ്ട്രക്ചേർഡ് ആണ് വരുന്നത്. ഇതൊരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ഒരു ഡിഫറൻസ്. നോ യൂസർ ഇൻറ്ററാക്ഷൻ, ഇവിടുത്തെ യൂസർ ഇൻറ്ററാക്ഷൻ എന്തായിരിക്കും? ലോ ടു മീഡിയം ഇൻറ്ററാക്ഷൻ, ഓട്ടോമേറ്റഡ് റിപ്പോർട്ട്സ് ആൻഡ് ഡാഷ്ബോർഡ്സ്. യൂസറിൻ്റെ ഇൻറ്ററാക്ഷൻ വളരെ കുറവായിരിക്കും ഈ ഒരു ഭാഗത്ത്. എന്നാൽ DSSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹൈ ഇൻറ്ററാക്ഷൻ ആയിരിക്കും. കാരണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ മോഡൽസും സിമുലേഷനും ആണ്. അത് വെച്ചിട്ട് യൂസറാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. ദെൻ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്സ് ആൻഡ് സമറീസ് ആണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് MISൽ നിന്നും. ആൻഡ് DSSൽ അനാലിസിസ് റിസൾട്ട് ഉണ്ടാവും, ഫോർകാസ്റ്റ് സിനാരിയോസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളൊരു രീതി, അല്ലെങ്കിൽ പ്രീവിയസ് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടുള്ളതിൻ്റെ റിപ്പോർട്ടുകളായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, MISൽ വരുമ്പോൾ എന്താണ് സമ്മറികളും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് റിപ്പോർട്ടുകളുമായിരിക്കും. അപ്പം എന്താണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ സാലറി അതിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളായിരിക്കും വരുന്നത്. ദെൻ യൂസേജ് ഡേ ടു ഡേ ഓപ്പറേഷൻ ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ. ഹ്യൂമൻ റിസോഴ്സ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്താണ് ഇൻവെന്ററി ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും അതൊക്കെയാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് MIS വരുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങും പ്രോബ്ലം സോൾവിങ്ങും എന്നൊരു രീതിയിലായിരിക്കും DSS വർക്ക് ചെയ്യുന്നത്. ദെൻ യൂസർ ബേസ് ഏതാണ്? മാനേജേഴ്സ്, ആരാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാനേജേഴ്സ് അറ്റ് ദ ഓപ്പറേഷൻ ആൻഡ് മിഡിൽ ലെവലിലാണ് എന്തെന്ന് പറയുന്നത് MIS വരുന്നത്. കുറച്ചുകൂടെ സീനിയർ ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനേഴ്സിലാണ് എന്ത് വരുന്നത് DSS വരുന്നത്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ MIS എന്ന് പറയുന്നതും അപ്പോൾ അതായത് ഏതൊക്കെ ലെവലിലാണ് നിങ്ങൾക്കിത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബോട്ടം ലെവലിൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, ജസ്റ്റ് അടുത്ത ലെവലിൽ MIS, അതിൻ്റെ അടുത്ത ലെവലിലാണ് അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങൾ വരുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ MISനേക്കാളും ഒരു പടി മുകളിൽ വരുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് DSS അല്ലെങ്കിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളുകളായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്.